പുതിയ വീഡിയോയുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വീണ്ടും ഞാൻ എത്തുകയാണ്. എൻ്റെ പേര് സുവിശേഷൻ കെ എബ്രഹാം. ഞാനിപ്പോൾ നിൽക്കുന്നത് കുവൈറ്റ് എന്ന് പറയുന്ന സ്ഥലത്തെ ലോകത്തിലെ 4ാമത്തെ കടൽപ്പാലം. നോക്കാൻ കൊണ്ടിരിക്കും 39 കിലോമീറ്റർ നീളത്തിൽ. നിങ്ങൾ ആ പാലത്തെ കൊടുക്കുന്ന വന്നാൽ ഏകദേശം ഒരു 10-15 കിലോമീറ്റർ എത്തിയിട്ട് അതിനിടയ്ക്കൊരു കൊച്ചു ദ്വീപ് അവർ ഉണ്ടാക്കിയിരിക്കുന്ന, ഒരു കൃത്രിമമായി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ദ്വീപിൽ ഞങ്ങൾ ഇറങ്ങി നിൽക്കുക. എൻ്റെ പുറകിൽ കാണുന്നത്, നിങ്ങൾ കാണുന്നത് കുവൈറ്റ് സിറ്റിയാണ്. കുവൈറ്റ് സിറ്റി ലോകത്തിൽ ഏറ്റവും വിലയുള്ള നാണയം കുവൈറ്റ് ദിനാർ 272 രൂപ, അതായത് ഒരു ദിനാറിൻ്റെ വില. സമ്പന്ന രാഷ്ട്രം. 1992 സദ്ദാം ഹുസൈൻ്റെ ആക്രമണമുണ്ടായി. തകർന്ന് തരിപ്പണമായി റിഗുകളും ഓയിൽ ടാങ്കുകൾ മുഴുവൻ ആകാശം മുട്ട കത്തി എരിയുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ സ്ഥിരോത്സാഹം, സമർപ്പണം, ഐക്യത, കുവൈറ്റിലെ നല്ലവരായ ജനങ്ങളുടെ മനസ്സ്, പിന്നെ അവർ ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളിലുള്ളവരെ സ്നേഹിച്ച് അവരെ കൊണ്ടുവന്ന് ഇവിടെ ജോലി കൊടുത്ത് എല്ലാവരും കൂടി ഒരുമിച്ച് കുവൈറ്റിനെ വീണ്ടും പണിതെടുത്ത് ഇന്ന് വീണ്ടും ആ പഴയ പ്രതാപത്തിൽ, ആ പഴയ മൂടിയിലേക്ക് ഒക്കെ കടന്നു വന്നിരിക്കുകയാണ്. ഞാൻ ഏറ്റവും വലിയ സമ്പന്നമായ ഒരു പട്ടണത്തിൻ്റെ രാജവീതിയിൽ നിന്നുകൊണ്ട് 34-ാം സങ്കീർത്തനത്തിലെ ഒരു വാക്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്: യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുമെന്ന്. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക ഞാൻ ഈ വാക്യം പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന്. ഇത്രയും വലിയ സമ്പന്നമായ ഒരു പട്ടണത്തിൽ എത്രയോ കോളിളക്കങ്ങൾ, എത്രയോ ബഹളങ്ങൾ, എത്രയോ എൻ്റർടൈനുകൾ, എത്രയോ ആകർഷണീയമായ കാര്യങ്ങൾ, എത്രയോ മ്യൂസിയങ്ങൾ, എന്തെല്ലാം കാണാൻ സുഖമുള്ളത്, കാണാൻ രസമുള്ളത്, മനുഷ്യനെ ഇക്കിളിപ്പെടുത്തുന്നത് ഒക്കെ ഉണ്ട്. പക്ഷേ ഈ സമ്പന്ന രാഷ്ട്രത്തിനകത്ത് തന്നെ ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടി ഈ 50 ഡിഗ്രി, 45 ഡിഗ്രി, 42 ഡിഗ്രി ഈ ചൂടിനകത്ത് ഞങ്ങളിപ്പോൾ കണ്ടു. മരുഭൂമിയിൽ ഒട്ടകത്തിൻ്റെ കൂടെ നടക്കുന്നവർ, ആടിൻ്റെ കൂടെ നടക്കുന്നവർ, ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ, ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഇന്ത്യയുടെ പരിസര പല രാജ്യങ്ങളിൽ നിന്ന്, പാകിസ്ഥാനിൽ നിന്ന്, ബംഗ്ലാദേശിൽ നിന്ന്, റുവാണ്ട, ടാൻസാനിയ, എത്യോപ്യ, ലൈബീരിയ, ലിബിയ, എത്രയോ രാജ്യങ്ങളിൽ നിന്ന് വന്ന് നിസ്സാര ശമ്പളത്തിൽ ഇവിടെ ജോലി ചെയ്യുന്നവർ, ആരാധനയ്ക്ക് വന്നിരുന്ന് വാവിട്ട് കരയുന്നവർ, അവരെ ഓർത്തപ്പോഴാണ് ഈ വാക്യം എനിക്ക് പറയണമെന്ന് തോന്നിയത്. ഞാനൊരു ചെറിയൊരു സംഭവം നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഈ പട്ടണത്തിൻ്റെ നടുക്ക് നിന്നുകൊണ്ട് വേണം അത് പറയാൻ. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്ക് തുറന്നിരിക്കും പറയുമ്പോൾ, ഒരു വലിയ കോലാഹലമുള്ളൊരു പട്ടണത്തിൻ്റെ വലിയ ഫ്ലാറ്റുകളുടെ ഇടയിലുള്ള ഒരു ചെറിയ സ്ഥലത്ത് ഒരു സ്ത്രീ കിടക്കും. പേപ്പറുകൾ കൊണ്ടും കാർട്ടൂൺ കൊണ്ടും പ്ലാസ്റ്റിക് കൊണ്ടും ഉണ്ടാക്കിയ ചെറിയൊരു ചോപ്പട, ഒരു ഷെഡ് പോലെ ഒരു സാധനത്തിനകത്ത് അവൾക്ക് നീണ്ടു നിവർന്ന് കിടക്കാൻ പോലും സ്ഥലമില്ലാത്തടത്ത് അവൾ കിടക്കുക. പകൽ മുഴുവൻ ഭിക്ഷതണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ജോലിയൊക്കെ ചെയ്ത് അവൾക്ക് നിത്യവൃത്തിക്കുള്ള ഭക്ഷണം കഴിച്ച് അവൾ കിടക്കുക. പക്ഷെ അവളുടെ ചങ്കത്ത് 1 വയസ്സുള്ള ഒരു ആൺകുഞ്ഞ് കിടപ്പുണ്ട്. അത് അവൾക്ക് സമ്മാനിച്ച ആൾ പോയി. അയാൾ എവിടെയോ പോയി, സമ്മാനിച്ചിട്ട് അയാൾ പൊക്കളഞ്ഞു. അവൻ ഇന്ന് ഈ അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയുടെ ചങ്കത്ത് അവൻ കിടക്കുക. ആകാശത്തുകൂടെ ലുഫ്താൻസയുടെയും പാൻ അമേരിക്കയുടെയും ഗൾഫ് എയറിൻ്റെയും കുവൈറ്റ് എയർവേസിൻ്റെയും എമിറേറ്റ്സിൻ്റെയൊക്കെ വിമാനം ഇരമ്പിപ്പാഞ്ഞ ശബ്ദങ്ങൾ അവളെ ഉണർത്തിയില്ല. ആ പട്ടണത്തിലെ ബഹളങ്ങൾ, അതായത് എൻ്റർടൈൻമെൻറ്റ് സിറ്റിയിലെ അല്ലെങ്കിൽ അവിടുത്തെ ജനത്തിൻ്റെ കോലാഹലങ്ങളും മൈക്കിൻ്റെ ശബ്ദങ്ങളും ഉച്ചഭാഷയിലെ പാട്ടുകളും അവളെ ഉണർത്തിയില്ല. അവൾ കിടന്നുറങ്ങുന്ന റോഡിൻ്റെ സൈഡിൽ കൂടെ പോയ 24 വീലുകളും 35 വീലുകളുമുള്ള വലിയ വണ്ടികൾ ലോഡുകളുമായി പോയ സമയത്ത് ആ റോഡൊന്ന് ഇളകി, അവളുടെ ഷെഡൊന്ന് ഇളകി. പക്ഷേ അതൊന്നും അവളെ ഉണർത്തില്ല. അവൾ ഉറക്കത്തിൻ്റെ സുഖ സുഷുപ്തിയിലാണ്. പക്ഷെ അവളുടെ ചങ്കത്ത് കിടന്ന കുഞ്ഞ് ഒന്ന് അനങ്ങിയപ്പോൾ ആ അമ്മ ഉണർന്ന് ചോദിച്ചു, എന്താ മോനെന്ന്. ലോകത്തിൻ്റെ ബഹളങ്ങൾ ഒന്നും അവളെ ഉണർത്തിയില്ല. അവൾ ഉറങ്ങുക. പക്ഷെ ചങ്കത്ത് കിടന്ന മോൻ ഒന്നനങ്ങിയപ്പോൾ നൊന്തു പ്രസവിച്ച ഉദരം, നൊന്തു പ്രസവിച്ച മനസ്സ് ഉടൻ ഉണർന്നു. ചോദിച്ചു, എന്താ മോനെന്ന്. ഞാൻ ഈ സിറ്റിക്കകത്ത് നിന്ന്, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാഷ്ട്രത്തിൽ നിന്നുകൊണ്ട് ഞാനൊരു വാക്ക് പറയട്ടെ. ദൈവത്തിന് ഏറ്റവും ഇഷ്ടം ഹൃദയം നൊന്ത് കരയുന്നവനെയാ, മനസ്സ് തകർന്നവനെയാ, വേദനിക്കുന്നവനെയാ.
ലോകത്തിലെ ഒരുപാട് ആർഭാടങ്ങളുടെ കഥകൾ മുഴുവൻ കേട്ടിട്ട് മനസ്സ് മരവിച്ചിരിക്കുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, അല്ല, ഗൾഫും അമേരിക്കയും ഇംഗ്ലണ്ടും ഫ്രാൻസും ജർമ്മനിയും ഒക്കെ കേൾക്കുമ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന നീ ഒരു ഗ്രാമത്തിനകത്ത് ഒരു റബ്ബറും തോട്ടത്തിൻ്റെ സൈഡിൽ, ഒരു വാഴത്തോട്ടത്തിൻ്റെ സൈഡിൽ, ഒരു കൊച്ചോലപ്പുരയ്ക്കകത്തിരുന്നാണ് ഇത് കേൾക്കുന്നതെങ്കിൽ, തമ്പുരാൻ പറയാ, യഹോവയുടെ കണ്ണ് നിന്റെ കരച്ചിലും നിന്റെ വേദനയെ കാണുന്നു. യഹോവയുടെ ചെവി നിന്റെ പ്രാർത്ഥനയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. പട്ടണങ്ങളുടെ ശബ്ദങ്ങളുടെ ഒഴുക്കിനകത്ത് ലയിച്ച് അത് ശ്രദ്ധിക്കുന്ന ഒരു ദൈവത്തെ അല്ല ഞാൻ ഈ വീഡിയോയിലൂടെ പ്രസന്റ് ചെയ്യുന്നത്. പകരം ലോകം മുഴുവൻ ഇളകിമറിയുമ്പോൾ നാപ്പാം ബോംബ്, ഹൈഡ്രജൻ ബോംബ്, ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകളും കുന്നുപോലെ കൂട്ടിവെച്ച് നാളെ ഒരു 3-4 ലോക മഹായുദ്ധത്തിന് വേണ്ടി ഒരുങ്ങുന്ന ലോകത്തിലെ രാജ്യങ്ങളുടെ നടുവിലും കരയുന്ന ഒരു കുഞ്ഞിൻ്റെ ശബ്ദം കേൾക്കാൻ അമ്മ ചലിച്ചതുപോലെ എൻ്റെ കർത്താവ് നിൻ്റെ ആ വേദന അറിയുന്നുണ്ട്, നിൻ്റെ മനസ്സറിയുന്നുണ്ട്, നിൻ്റെ ഭാരം അറിയുന്നുണ്ട്. അവൻ നിന്നെ കൈവിടത്തില്ല. നിൻ്റെ കരച്ചിൽ അവൻ മറികടന്നു പോകില്ല. അവൻ നിന്നെ അനുഗ്രഹിക്കും. God bless you. God bless you.